സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെയാണ് കഴിഞ്ഞ 4 ദിവസമായി തിരുവനന്തപുരം നഗരനിവാസികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുടിക്കാനോ കുളിക്കാനോ വെള്ളമില്ലാത്ത അവസ്ഥ. 5 ദിവസത്തോളം തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ മേഖലകളെ വലച്ച കുടിവെള്ളക്ഷാമത്തിന് ഒടുവിൽ പരിഹാരമായി. കുടിവെള്ള വിതരണം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പലർക്കും നീണ്ട 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വെള്ളം എത്തിയതിലുള്ള സന്തോഷമുണ്ട്. വെള്ളം വന്നിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും വന്നിട്ടുണ്ട് വെള്ളം. ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഈ 4 ദിവസവും. മേലാങ്കോട്, PTP നഗർ, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, കുരിയാത്തി, കരമന തുടങ്ങി ചിലയിടങ്ങളിൽ വെള്ളമെത്താൻ ഇന്നും വൈകി. എന്നാൽ വൈകിട്ടോടെ ഏറെക്കുറെ പ്രശ്നം പരിഹരിച്ചു. ഏറ്റവും കൂടുതൽ ദുരിതത്തിലായത് വയോധികരും രോഗികളുമാണ്. പലരും ഇടവഴികളിലൂടെ കിലോമീറ്ററുകൾ നടന്നാണ് പൊതു ടാപ്പിലൂടെ വെള്ളമെടുക്കുന്നത്. നടന്ന് ചെന്ന് കുളിച്ചിട്ട് വരും പിന്നെ മകൻ്റെ മുട്ടത്തറച്ചെന്ന് വെള്ളം എടുത്തോണ്ട് രാത്രി കാപ്പിവെല്ലിലൂടെ. ബോർവെല്ലിലെ വെള്ളമൊന്നും കുടിക്കാനൊന്നും പറ്റുന്നില്ല. ഭയങ്കര ഒരു ചെവയും ഛർദിയാണ് വന്നത്. വലച്ചാൻ തിളപ്പിച്ച് കഞ്ഞിവെള്ളവും കൂടെയൊക്കെ ചേർത്താണ് ഞങ്ങൾ കുടിച്ചത്. കുറച്ച് ദൂരമുണ്ട്, അവിടെ നിന്ന് എടുത്തോണ്ട് വരും, കുടത്തിലെടുത്തോണ്ട് വരും. വയ്യാത്ത ആളുകളൊക്കെ എങ്ങനെയായിരുന്നു? എന്തിനാണ് കുറേശ്ശെ തൊട്ടിയിലൊക്കെ എടുത്തോണ്ട് വരും, ബക്കറ്റിലൊക്കെ. പലയിടങ്ങളിലും വെള്ളം നൂലുപോലെയാണ് ടാപ്പിലൂടെ ഒഴുകുന്നത്. അത്ര ശക്തി കുറഞ്ഞാണ് ജലത്തിന്റെ വരവ്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം എത്തിയെങ്കിലും പല പ്രദേശങ്ങളിലും ഇനിയും വെള്ളം എത്താനുണ്ട്. മണികണ്ഠേശ്വരം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ജനം. ക്യാമറാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.